ഓക്കെ, എന്തായാലും നമുക്ക് രണ്ടുപേരാണെങ്കിൽ രണ്ടുപേര്, ഒരാളാണെങ്കിൽ ഒരാള് എന്നതാണ് എന്റെ പോളിസി. സമയത്തിന് എത്രമാത്രം വാല്യൂ കൽപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇപ്പൊ തന്നെ നമുക്ക് 6 മിനിറ്റ് കൂടുതലായി. ഒരു ടൈം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സെഷൻസ് തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മീറ്റിംഗിൽ നിന്ന് ഇതിപ്പോ ഇവിടെ 9 മണി എന്ന് പറഞ്ഞാൽ 9:30 തുടങ്ങാൻ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ അത്രയും വാല്യൂ ഉള്ളൊരു സെഷൻ, ഒരു ക്ലാസ്സിൽ നിന്നാണ്, ഒരു മീറ്റിംഗിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത് തന്നെ. എന്നാലും വാക്കിനാണല്ലോ പ്രാധാന്യം. അവിടെ നേരത്തെ കഴിയുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടായത്. അപ്പം ഓക്കെ, അത് കുഴപ്പമില്ല. എല്ലാവരും എല്ലാം ഒരുപോലെ ഒരേ കണ്ണോടുകൂടി കണ്ടുകൊള്ളണം എന്നില്ലല്ലോ അല്ലെ. അപ്പൊ എന്തായാലും ഉള്ള രണ്ടുപേര് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സന്തോഷമായിരുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, ഡ്രൈവിങ്ങിലാണ് അല്ലേ, കുഴപ്പമില്ല. അപ്പൊ എന്നാലും കേട്ടാൽ മതി. ഡ്രൈവിങ്ങിലല്ലാത്തവര് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക്, നമ്മളിപ്പോ കഴിഞ്ഞ വീക്കിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഒരു കുഞ്ഞു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നോ അതിന്റെ റെക്കോർഡ്? ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ കേട്ടിട്ടില്ല മുമ്പ്. കേട്ടിട്ടില്ല അല്ലെ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ നമ്മുടെ അജ്മാൻ, ഓക്കെ, ഫസ്റ്റ് ടൈമാണ്, രണ്ടുപേരും ഫസ്റ്റ് ടൈം തന്നെയാണ്. അന്ന് ആരും കൂടുതൽ പേര്, അന്നും ഇതുപോലെ തന്നെയായിരുന്നു, കൂടുതലാരും കയറിയിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പുറത്തേക്ക് ഞാൻ തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനേക്കാളും കുറച്ച് കൂടുതൽ ആളുണ്ടായിരുന്നു. നമ്മൾ അജ്മാൻ മലയാളീസ് അന്ന് 3 പേരെങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അല്ലെ, സമയത്തിന് വാല്യൂ കൽപ്പിക്കണ്ടേ? നിങ്ങളിപ്പോ ആ കറക്റ്റ് സമയം ആയതുകൊണ്ടല്ല ആ ഒരു ടൈമിലേക്ക് വന്നത്. ഞാൻ അത് കീപ്പ് ചെയ്ത് പോണ ഒരു മാക്സിമം അത് കീപ്പ് ചെയ്ത് പോണ ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എഐനെ കുറിച്ചിട്ട് പഠിക്കുകയായിരുന്നു. അപ്പൊ എഐയുടെ അത്രയും പ്രധാനപ്പെട്ട ക്ലാസ്സിലായിരുന്നു ഉണ്ടായത്. അത് തന്നെ ലാസ്റ്റ് നമുക്ക് ഓരോ പ്രോംപ്റ്റ് തന്നിട്ട് ഓരോ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അതിന്റെ റെക്കോർഡ് ഉണ്ടാവും. എന്നാലും നമ്മൾ ലൈവിൽ ഇരുന്ന് ചെയ്യണതും റെക്കോർഡ് ചെയ്യുന്നതും രണ്ടും രണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ലൈവിൽ ഇരിക്കുമ്പോഴല്ലേ ഡൗട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. എല്ലാം റബ്ബിന്റെ വിധി, ഇത്ര തന്നെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ ഇൻഷാ അള്ളാ, നമ്മൾ നമ്മുടെ ജീവിതത്തില്, ഞാൻ കഴിഞ്ഞ വീക്കില് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്, ഞാൻ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഏവർക്കും അറിയാം അല്ലെ. നമ്മുടെ ജീവിതം സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം. ഏതും നമുക്ക് അങ്ങനെയാണല്ലോ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും അതിലേക്ക് വേണ്ടത് ആദ്യം കുഞ്ഞു കുഞ്ഞ് കല്ലുകളോ, അതല്ലെങ്കിൽ നമുക്ക് ഗൾഫിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മറ്റുള്ള ബ്ലോക്സ് ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു കട്ടകളായിരിക്കും. അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറക്കി വെച്ചിട്ടാണ് നമ്മൾ എന്താവണത്, അത്രയും ഹയർ ബിൽഡിങ്ങിലേക്ക് നമ്മൾ എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, നമ്മൾ ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തെ നമുക്ക് എത്രയോ ഉയരത്തിലേക്ക് എത്തിപ്പിക്കണം അല്ലെ. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒന്നായിരിക്കില്ല, പക്ഷെ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ ഡിഫറെന്റ് ആയിരിക്കുമെങ്കിലും ഓരോരുത്തർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ സ്വപ്നങ്ങൾ എല്ലാത്തിന്റെയും അന്തിമമായി കാണുന്ന ഒന്ന് എന്താണ്? എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും വിജയം അല്ലെ. ഏത് റൂട്ടിൽ പോയാലും നമുക്ക് സന്തോഷമാണ്, ഏത് റൂട്ടിൽ പോയാലും നമുക്ക് വിജയമാണ്. വിജയത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. ഈ വിജയത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വിജയമോ സന്തോഷമോ എത്താൻ വേണ്ടിയിട്ട് നാം കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് അറിയാൻ പറ്റാത്ത ഏതൊക്കെയോ മാർഗത്തിലായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ബേസ് ആയിട്ട് നമുക്ക് വേണ്ടത് അതിന് കല്ലാണ് അല്ലെ. അതിന് വേണ്ടത് നമുക്ക് ബ്ലോക്സ് ആണ് അല്ലെ. അതുപോലെ ഇനി അത് ബിൽഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്തൊക്കെ ഉണ്ടാവാം? അതിന് നമ്മൾ സിമെന്റ് അടിക്കും, പെയിന്റ് അടിക്കും, ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കും. അങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാം അതിന് ഇന്റീരിയർ വർക്ക് പല രീതിയിലും കൊടുക്കും. പക്ഷെ ആ ഇന്റീരിയർ വർക്ക് നമ്മൾ എന്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ഒരു സത്ത ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ള ഒരു റൂട്ട് ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ള ഒരു ബേസ് ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ബേസിനെ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെ. അതുപോലെയാണ് നമ്മൾ ഓരോ വ്യക്തിയും, ഞാനും നിങ്ങളും, നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ റൂട്ട് നമ്മൾ മറന്നു പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ റൂട്ട് നമ്മൾ മറക്കാതിരിക്കുക. റൂട്ട് മറക്കാതെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ
സത്യമായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്തേണ്ടടുത്ത് എത്തും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു വൻ വൃക്ഷം, ആ വൃക്ഷം പടർന്ന് പന്തലിച്ച് ഒരു തണൽ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ വൃക്ഷത്തിന്റെ റൂട്ട് എങ്ങാനും കട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? റൂട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ വലിയ വൃക്ഷമാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ചിലപ്പോൾ അതങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും അല്ലെ, പിന്നീട് അതങ്ങട്ട് കടപുഴകി മറിഞ്ഞു വീഴും അല്ലെ. അതുപോലെ നാം നമ്മുടെ വേരങ്ങട്ട് മറന്നാൽ, നമ്മുടെ വേരങ്ങട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് നാം അല്ലാതായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പം നാം ഏത് വിശ്വാസത്തിലായിക്കോട്ടെ നമ്മളിലേക്ക് ഉണ്ടാക്കേണ്ട ഏറ്റവും ബേസ് ആയ ഒരു സംഭവം എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷേ നമുക്ക് ആർക്കും ഇല്ലാത്തതും ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. നാം ഗ്രേറ്റ്ഫുൾ ആവും ആരോടാണെന്നറിയോ? പുറത്ത് കാണുന്ന ആളുകളോട്. ചിലപ്പോ നമ്മളൊന്നൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഇവിടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ട്രെയിനിൽ കയറാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ലഗേജ് ഉണ്ട്. ആ ലഗേജ് ഒന്ന് ആ ട്രെയിൻ ഇറങ്ങുമ്പോഴോ കയറുമ്പോഴോ ഏതെങ്കിലും ഒരാൾ വന്ന് അതിനൊന്ന് പിടിച്ച് ഹെൽപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ അവർക്ക് താങ്ക് യു കൊടുക്കും. വീട്ടിൽ വന്നിട്ട് നമ്മൾ പറയും, ആ വ്യക്തി അവിടെ സഹായിച്ചത് കൊണ്ട് എത്രമാത്രം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ 100 നാവുണ്ടായിരിക്കും. പക്ഷെ ആ ലഗേജ് നമ്മളുടെ കയ്യിലേക്ക് എത്തിപ്പിച്ച് തന്ന, ചിലപ്പോൾ ഒരു ലേഡി ആണെങ്കിൽ, എന്നെ പോലെയുള്ള ഒരു പെണ്ണാണെങ്കിൽ, അത് നമുക്ക് വാങ്ങി തന്ന നമ്മുടെ ഹസ്ബൻഡുമാർ, അതല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൺമക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ്, അങ്ങനെ ആരും ആയിക്കോട്ടെ, അവർക്ക് നമ്മൾക്ക് ഈ ലഗേജ് ഇത്രമാത്രം ലഗേജ് പേക്ക് ചെയ്തപ്പോഴും ഇത്രേ ഉള്ളൂ സാധനം എന്നായിരിക്കാം നാം അവരുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു വേർഡ്സ്. പ്രത്യേകിച്ച് നമുക്ക് ഗൾഫുകാർക്ക് അറിയാം അല്ലെ, നമ്മൾ അവിടെ നിന്ന് ചിലപ്പോൾ വർഷങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പല സമയങ്ങളായി പെറുക്കി കൂട്ടി വെച്ച സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി തൂക്കിയും കുറച്ചും കൂട്ടിയും നോക്കി ഏതാണോ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, ഏതാണോ ഇത് ലഗേജിലേക്ക് വെക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ലഗേജ് ഫുൾഫിൽ ചെയ്ത് ഇവിടെ വന്ന് പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ഈ 2 വർഷം കഴിഞ്ഞ് വന്നപ്പോ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ചോദ്യങ്ങൾ, അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? ഗ്രേറ്റ്ഫുൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാന്നുള്ളത് അത്രയും മൈന്യൂട്ടായ സംഭവങ്ങളിലേക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ നാം നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ നാമുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരോട് നമുക്കൊരു താങ്ക് യു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഒന്ന് നടക്കുന്ന സമയത്ത് ഒന്നറിയാതെ മേലിലേക്ക് ആരെങ്കിലും തട്ടിപ്പോയാൽ അവിടെ നിന്ന് പോലും നമുക്ക് എന്തുണ്ട്, ഒരു സോറി പറയാനോ, ആരെങ്കിലും വീണ സാധനം നമുക്ക് പറക്കിയെടുത്ത് തന്നാൽ അതിനൊരു താങ്ക് യു പറയാനോ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. അത് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് വഴിയെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രേറ്റ്ഫുൾ എന്ന് പറയാനുള്ളത് അനസ്തേഷ്യ പോലെയാണ്. അതേ സമയം നമുക്ക് ഫോർഗീവ് എന്ന് പറയുന്നത് സർജറിയുമാണ്. അപ്പോ ഈ സർജറിയിലേക്ക് നമുക്കറിയാം അല്ലെ, ഒരു സർജറി ഒരു മേജർ സർജറി അല്ലെങ്കിൽ പോലും, ജസ്റ്റ് വൺ നമ്മളുടെ ഒരു പല്ല് പറിക്കലാണെങ്കിൽ പോലും അവിടെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു തരിപ്പിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലെ. ഇനി പല്ലിലേക്ക് പോലും ഒരു ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു അനസ്തേഷ്യ കൊടുക്കും അല്ലെ. അതുപോലെ ഈ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു അനസ്തേഷ്യയാണ്. ഈ അനസ്തേഷ്യ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ കുത്തിവെച്ച് 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 നമ്മൾ അറിയാത്തൊരവസ്ഥയിൽ, ഏതുപോലെ സർജറിയിലേക്ക്, മേജർ സർജറിയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അനസ്തേഷ്യ കുത്തിവെച്ചാൽ നമുക്ക് വേദന അറിയാത്തതുപോലെ നാം നമ്മുടെ ജീവിതത്തെ ഗ്രേറ്റ്ഫുൾ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേദനകൾ, ജീവിതത്തിൽ വേദനകൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. നമ്മൾ മനുഷ്യനാണോ? നമുക്ക് വേദനകൾ ഉണ്ടായേക്കാം. നമുക്ക് വേദനകൾ ഇല്ലേ? നമ്മൾ മനുഷ്യനല്ല എന്ന് നമ്മൾ കണക്കിലേക്ക്. വേദനകൾ ഉണ്ടാവും. മനുഷ്യനാണോ എന്നാൽ വേദനകൾ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ വേദനകൾ വരുന്ന സമയത്ത് വേദനകളെ നമുക്ക് അറിയാതിരിക്കണമെങ്കിൽ നമുക്ക് അവരുടെ ഒരു അനസ്തേഷ്യ ആവശ്യമാണ്. ആ അനസ്തേഷ്യയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ വീക്കിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ മറ്റേ മാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയവരായിരിക്കാം. അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേട്ടിരിക്കാം. അപ്പൊ അവിടെ എന്താണ് ഈ ഒരു ജേണൽ എഴുതുക?
ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹാപ്പിനെസിനെ കുറിച്ചിട്ട്, നമ്മുടെ സന്തോഷത്തെ കുറിച്ചിട്ട് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷത്തെ എഴുതാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നോക്കേണ്ടി വരും. ഏതുപോലെ അരിയിൽ നിന്നും ചിലപ്പോൾ കല്ല് പെറുക്കിയെടുക്കുന്ന പണ്ടത്തെ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മറ്റേ ദോശയുടെ അരി ഉണ്ടല്ലോ. ഞാനൊക്കെ കുഞ്ഞുനാളില് ഉമ്മ എന്തെന്നറിയോ, സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ അരി കൊണ്ടുവന്നാല് അരി ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റേതില് എടുക്കൂലേ, ചേറി എടുക്കുക. നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചേറി എടുക്കാന്ന് പറയാം. അങ്ങനെ ഓരോ ജില്ലയിൽ ഓരോ ഇതിലായിരിക്കാം പറയാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും കുറച്ച് കുറച്ച് അരിയിട്ട് തരും. എന്തെന്ന് അതിൽ നിന്ന് നെല്ലുകള്, പിന്നെ മറ്റിങ്ങനെ ചെറിയ വേറെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പെറുക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ തരും. അതുപോലെ നമ്മുടെ ജീവിതത്തില് സന്തോഷങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതമാവുന്ന ഈ ഒരു മഹാസമുദ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, സന്തോഷത്തെ നമ്മൾ തിരയും. സന്തോഷത്തെ നമ്മളിങ്ങനെ തിരഞ്ഞു പോകും. അതേസമയം സങ്കടങ്ങളെ ചോദിക്കുകയാണെങ്കിലോ നമുക്ക് ഒരു കൊട്ട ചൊരിഞ്ഞതുപോലെ അങ്ങോട്ട് പറയാനുണ്ടാവും. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സങ്കടം ചോദിക്കുകയാണെങ്കിൽ ഒരു കൊട്ടക്കണക്കിന് അങ്ങോട്ട് പറയാനുണ്ടാവും. സന്തോഷം ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, അങ്ങനെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ചില സംഭവങ്ങളായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക എന്നുള്ളത്. എന്നാൽ നമ്മൾ എഴുതി വെക്കാൻ തുടങ്ങിയാൽ, നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ കൊട്ടക്കണക്കിന് നമുക്കുള്ളത് സന്തോഷവും പെറുക്കിയെടുക്കാൻ പാകത്തിലുള്ളത് സങ്കടവുമാണ് നമുക്ക്. പക്ഷെ നാം അതിനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള സന്തോഷത്തെ, നമ്മുടെ പഴ നമ്മുടെ കൂടെയുള്ള സന്തോഷത്തെ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ കൂടെയുള്ളതിനെ കാണാത്ത സമയത്ത് മറ്റുള്ളതും കൂടി നമ്മൾ എന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്കറിയാം, ജെൻസിന് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുത്താൽ, എന്ത് വാങ്ങിക്കൊടുത്താലും ഒരു നന്ദിയില്ലാത്ത വാക്കാണെങ്കിൽ വീണ്ടും അങ്ങോട്ട് വാങ്ങാൻ നിന്നിട്ട് ഇതിൽ എന്ത് കൊടുത്താലും കണക്കന്നെ എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ. ഇനിയിപ്പോ ഞങ്ങളാണെങ്കിലോ ഫുഡ് എത്ര നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയാലും നിങ്ങളത് മൂക്കറ്റം കഴിച്ചത് നന്ദി വാക്ക് പോലും പറയാതെ തിരിച്ചു പോകണമെങ്കിൽ ഇതിൽ എന്തുണ്ടാക്കി കൊടുത്താലും കണക്കന്നെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് ഉണ്ടാക്കി തരിക എന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പം ഇവിടെ ആ ഒരു ഗ്രേറ്റ്ഫുൾ കൊടുക്കുന്ന സമയത്ത് എന്താവും, കൂടുതൽ അതങ്ങോട്ട് കെട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതങ്ങോട്ട് തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആയി വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെ ഒരു മനുഷ്യനാണ്. നമ്മൾ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ തേടുന്നത് എവിടെയാണെന്നറിയോ, ഈ മഹാലോകത്താണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്താണ് നമ്മൾ സന്തോഷത്തെ തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സന്തോഷത്തെ തേടാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്കോ ഈ പുറത്തേക്കോ പോകുന്നതിന് പകരം നാം നമ്മിലേക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കിയാൽ ഞാനും നിങ്ങളും ഇത്രയും മനോഹരമായ സൗന്ദര്യത്തിന്റെ ഉടമകളായി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആരാണ് നമ്മുടെ ഈ രൂപത്തെ ക്രിയേറ്റ് ചെയ്തത്? കഴിയും. ആരാണ് നമുക്ക് ഈ ഒരു രൂപത്തെ നമുക്ക് ഇത്രയും മനോഹരമാക്കി തന്നത്? നമ്മളൊന്ന് നോക്കൂ, നമ്മുടെ ജനനത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് ഒന്ന് നോക്കൂ. ഞാനും നിങ്ങളും എന്തായിരുന്നു ആദ്യം? ഒരു നുത്ഫത്ത് അല്ലെ, ഒരു ബീജത്തിൽ നിന്നും വന്ന ഒരു അണ്ടത്തിലേക്ക് യോജിച്ച നമ്മളുടെ ആ ഒരു ജനനത്തിന്റെ ആദ്യഘട്ടം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ആരാരും കാണാത്ത ആ ഒരു ഇരുട്ടറയിൽ വെച്ചിട്ട്, അത് നമ്മൾ ആരും ആയിക്കോട്ടെ, ആ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട്, ആ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെയും അകത്തളത്തിൽ വെച്ചിട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ എന്ത് കോഡിംഗ് ആണ് അതിന്റെ അകത്ത് നമുക്ക് നമ്മുടെ റബ്ബ്, നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ പടച്ചവൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഞാനെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവിടെ നിന്നും ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ക്രിയേഷൻസ് ഉണ്ടാവണം എന്നുള്ളത് അന്ന് നമ്മളിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് അല്ലെ. നമ്മുടെ മുടിയായിക്കോട്ടെ, നമ്മുടെ നഖമായിക്കോട്ടെ, നമ്മുടെ കണ്ണായിക്കോട്ടെ, നമ്മുടെ ഓരോ 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 അവയവങ്ങളും. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചതിന്റെ ശേഷം ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു അവയവം നമ്മിലേക്ക് വന്നിട്ടുണ്ടോ? പുതുതായിട്ട് അവയവം ഇല്ല. പിന്നെ നമ്മൾ പറയും പല്ല് വന്നിട്ടുണ്ടെന്ന് പറയും അല്ലെ. പല്ല് നമുക്ക് ഒരു അവയവത്തിൽ കൂട്ടാൻ വേണ്ടി പറ്റുമോ? ഇനി ഈ പല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ, ബിസ്മി അനിത, ക്യാമറ ഓണാക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ക്യാമറ ഓണാക്കണേ. നമുക്ക് നമുക്ക് ഈ ഒരു പല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എല്ലാ അവയവങ്ങളെയും
ഇവിടെ നിന്നും നമ്മളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്രിയേറ്റർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പല്ല് മാത്രം ആ സമയത്ത് നമുക്ക് തന്നില്ല? എന്തുകൊണ്ടായിരിക്കാം? പ്ലീസ് റെസ്പോണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമുക്ക് പല്ല് മാത്രം പിന്നീട് നൽകിയത്? നിങ്ങളവിടെ ഉണ്ടോ? ഒന്ന് ആൻസർ ചെയ്യൂ. അറിയില്ല. യെസ് അനിത. ഓക്കെ. ബാസിമ. അറിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഞാനിപ്പോ പറയണത് നമുക്ക് കിട്ടിയ സന്ദേശങ്ങളാണ് കേട്ടോ. ഈ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഭൂമിയിലെ ഒരു ഗസ്റ്റ് ആണ് നമ്മൾ, അല്ലെ? ഭൂമിയിലേക്ക് വരുന്ന ഒരു അതിഥിയാണ്. ആരുടെ അതിഥിയാണ് നമ്മള്? നമ്മൾ ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ, ക്രിയേറ്ററുടെ അതിഥിയായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ ദൈവത്തിന്റെ അതിഥിയായി, ക്രിയേറ്ററിന്റെ അതിഥിയായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുന്ന സമയത്ത് നാം എന്തായിരിക്കാം ആ വിരുന്നുകാർക്ക് ഉണ്ടാക്കി വെക്കുക? ആ വിരുന്നുകാരനിക്ക് എന്താണോ കുടിക്കാൻ ഇഷ്ടം, എന്താണോ കഴിക്കാൻ ഇഷ്ടം, അവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ ഒരു കുഞ്ഞായി വരുന്ന നമുക്ക് കുടിക്കാൻ പാകത്തിൽ മാതാവിന്റെ മാറിടത്തിൽ, മാതാവിന്റെ ബ്രസ്റ്റിൽ പാല്, അവിടെ ആ ഒരു ബ്രസ്റ്റ് മിൽക്ക് ക്രിയേറ്റർ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മാതാവിന്റെ ബ്രസ്റ്റിൽ നിന്നും ആ ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങോട്ട് വലിച്ച് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് എങ്ങാനും നമുക്ക് ക്രിയേറ്റർ പല്ല് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പാല് കുടിക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ? നമ്മൾ ആ സമയത്ത് കടിക്കൂലേ? വേദനിപ്പിക്കൂലേ? അപ്പോ അവിടെ നമുക്ക് ചുണ്ടുകൾ മാത്രം ചേർത്ത് പിടിച്ച് കൊണ്ട് വലിച്ച് അവർ സെക്ക് ചെയ്ത് കൊണ്ട് കുടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി, ആ ഒരു കഴിവ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പല്ലുണ്ടാവാൻ വേണ്ടി പറ്റില്ല. പല്ലുണ്ടെങ്കിൽ നമ്മൾ പല്ലിനോട് മുറുക്കി കടിക്കും. പല്ലിനോട് മുറുക്കി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് വലിച്ചു കുടിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു വന്ന ഘട്ടമാണല്ലേ. പക്ഷെ നമുക്കത് ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും അത് ഓർമ്മയുണ്ടാവില്ല, അല്ലെ? മാതാവിന്റെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ച ഓർമ്മയുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ ഈ ഞാനടക്കമുള്ള ഈ 4 പേരിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നമുക്ക് ഓർമ്മയുണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. ഇല്ല. ഇല്ല, നമുക്കത് ഓർമ്മയില്ല. അത് ആ ഒരു ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ പോലും ഞാൻ ആരാണെന്നോ, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നെന്നോ, ഞാൻ എന്താണെന്നോ പോലും ഞാൻ അറിയാത്ത ഒരു സമയത്ത് പോലും എന്നെ കാത്തു സൂക്ഷിച്ച എന്റെ ക്രിയേറ്റർ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് എന്റെ മാതാവ് എന്നെ സംരക്ഷിച്ചത്. പക്ഷെ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിനേക്കാളും മുൻപേ ഞാൻ എവിടെയുണ്ട്? എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലുണ്ട്. അന്ന് എന്റെ മാതാവ് പോലും എന്നെ കാണുന്നില്ല. അന്ന് മുതൽ എന്നെ സംരക്ഷിക്കുന്ന എന്റെ ക്രിയേറ്റർ, ആ ക്രിയേറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന നന്ദി എത്രമാത്രം കുറവായിരിക്കും? നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിന് ആവശ്യത്തിന് നന്ദി? നമ്മുടെ ക്രിയേറ്റർക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നന്ദി നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവിടെ നമുക്ക് പിന്നീട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾക്ക് കടിച്ച് കഴിക്കാൻ ഭക്ഷണ സാധനങ്ങൾ പാകപ്പെടുത്തി കഴിക്കേണ്ട സമയത്ത് നമുക്ക് പല്ലുകൾ മെല്ലെ മെല്ലെ നമുക്ക് വരികയാണ്, അല്ലെ? അങ്ങനെ ഓരോ ഘട്ടത്തിലും എന്താണ് വേണ്ടതെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഘട്ടമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ക്രിയേറ്റർക്ക് നമ്മൾ നന്ദി കൊടുക്കാറുണ്ടോ? നമ്മുടെ ഗ്രേറ്റ്ഫുൾ, നമ്മുടെ നന്ദി, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അർപ്പിക്കാറുണ്ടോ? അപ്പോഴും ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടാൽ, ഒരു ഇന്റർവ്യൂവിൽ പോയി പരാജയപ്പെട്ടാൽ, അതല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച രീതിയിൽ നമ്മുടെ ബിസിനസ് മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ, വിചാരിച്ച രീതിയിൽ ഓഫീസിൽ നിന്ന് മാനേജറുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെ 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 പലതിലും നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ അറിയാത്ത രീതിയിൽ എന്നെ ഞാൻ അറിയാത്ത രീതിയിൽ എന്നെ എന്നും 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 സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് വേണ്ട സ്പോട്ടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ക്രിയേറ്ററിനെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമുക്ക് ഇവിടെ ഈ ഭൂമിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മളെ ഞാനും നിങ്ങളും ആയി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ നമ്മളിലേക്ക് ഓരോ സാഹചര്യത്തിലും
നമുക്ക് വേണ്ടത് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ഇവിടെ ഉള്ളത്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എന്ന് തന്നെ നോക്കൂ, ഞാനിവിടെ 9 ഇവിടെ ഇപ്പൊ ഞാൻ നാട്ടില് 10:30 നിങ്ങൾക്ക് സെഷൻ ഞാൻ പറഞ്ഞു അല്ലെ. നിങ്ങൾക്ക് ഞാൻ 10:30 സെഷൻസ് പറഞ്ഞു. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തിട്ടും 4 മിനിറ്റിന് ശേഷമാണ് ഇവിടെ ഒരാൾ ജോയിൻ ചെയ്തത്. അപ്പൊ അത്രയും സങ്കടകരമായ ഒരവസ്ഥയിലാണ് ഞാൻ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഇവിടുത്തെ ക്ലാസ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി വേറൊരു സെഷനിലായിരുന്നു, എനിക്ക് അങ്ങോട്ട് വീണ്ടും പോയി റീജോയിൻ ചെയ്യാം അല്ലെ. പക്ഷേ ഒരാളാണെങ്കിൽ പോലും എനിക്ക് എനിക്ക് എന്താണോ എന്റെ ക്രിയേറ്റർ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഉത്തരവാദിത്തത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ വരിക എന്നുള്ളതാണ് എന്റെ ഹാപ്പിനെസ്. ഒന്നെന്താ വോട്ടിക്ക് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് എന്തില്ല, ഇവിടെ ആളൊന്നാണോ 2ആണോ 3ആണോ എന്നുള്ളത് എനിക്ക് പ്രശ്നമില്ല. ആര് വന്നിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ ക്ലാസ് എടുക്കും, വീഡിയോ റെക്കോർഡ് ചെയ്യും, ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ എന്റേതല്ല, എനിക്ക് പറ്റാത്ത എന്തെങ്കിലും, നമ്മുടേതല്ലാത്ത കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും റീസൺസ് അല്ലാത്ത കാരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പാലിച്ചിരിക്കും എന്നുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ നമ്മൾ എന്നും നമ്മൾക്ക് അനുകൂലമായി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും അവിടെ പ്രതികൂലമായി കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില്, നമ്മുടെ അജ്മാൻ മലയാളീസില് ഏകദേശം എത്രത്തോളം ആളുകളുണ്ടല്ലേ. ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഈ ഒരു ഗ്രൂപ്പിൽ വെച്ചിട്ട് ഇത്രയും കുറഞ്ഞ പേര് മാത്രമല്ലേ വരുന്നുള്ളൂ. എനിക്കിനി ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുക എന്നുള്ളത് ഞാനല്ലാതായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ ഞാൻ നിങ്ങളെ എത്രമാത്രം മനോഹരമാക്കിയിട്ടാണ് സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകൾ തന്നിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ എനിക്കൊരു ഗ്രേറ്റ്ഫുൾ തരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നങ്ങോട്ട് നമ്മുടെ ക്രിയേറ്റർ എങ്ങാനും തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടമായിരിക്കുമോ, സന്തോഷമായിരിക്കുമോ കൊട്ടക്കണക്കിന് അങ്ങോട്ട് ചൊരിഞ്ഞ് കിട്ടാനുണ്ടാവുക? അപ്പൊ നമുക്ക് സന്തോഷായിരിക്കും, നമുക്ക് അല്ലെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാനുണ്ടാവുക. 1 മിനിറ്റ്. സോറി. അതുകൊണ്ട് നമുക്കുള്ളതിനെ നാം ആനന്ദത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, നമുക്കുള്ളതിനെ നമ്മൾ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മളുടെ ഓരോ അവയവങ്ങൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇവിടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലേറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓരോ അവയവങ്ങളെ നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെയും വേണ്ട രീതിയിൽ നമുക്ക് അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിനെ ഏതെങ്കിലും ഒരു സ്ഥലം മാറ്റിയിട്ടാണ് നമ്മൾക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക അല്ലെ. അപ്പൊ അത്രത്തോളം സ്ട്രക്ചർ ആയിക്കൊണ്ട്, അത്രത്തോളം അവിടെ ആ കോഡിംഗ് രീതിയെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. എന്നിട്ടോ നാം എന്നു മുതലാണ് നാം നമ്മളെ അറിയാൻ വേണ്ടി തുടങ്ങിയത്? ഞാൻ എന്നെ അറിയാൻ തുടങ്ങിയത് എന്നു മുതലാണ്? അതുവരെ ഞാനായി ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ അറിയാൻ തുടങ്ങിയത് എന്നു മുതലാണോ അന്നു മുതലാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ താളം തെറ്റി തുടങ്ങിയിരിക്കുക. എനിക്ക് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഒരു കൊച്ചുകുട്ടി, 2 കുഞ്ഞു കുട്ടികൾ കളിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ അടിപിടി ഉണ്ടാക്കും അല്ലെ. അവർ തമ്മിൽ അടിപിടി ഉണ്ടാക്കിയാൽ പോലും അവർക്ക് പ്രശ്നമില്ല. അവർ 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും സ്നേഹത്തോടു കൂടി അവർ ഒന്നിക്കും അല്ലെ. പക്ഷെ നമ്മളോ നമ്മൾ വിളിച്ചാൽ ഒന്ന് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ പോലും തിരിച്ച്, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് തിരിച്ചങ്ങോട്ട് വിളിക്കണത്? മിസ് കോൾ അവനിക്ക് കാണൂലേ, കണ്ടാൽ അവനിക്കൊന്ന് തിരിച്ചു വിളിച്ചൂടെ എന്നായിരിക്കും നമ്മുടെ ഉള്ളിലെ ചിന്താഗതി അല്ലെ. പക്ഷേ ചിലപ്പോ പിന്നീട് അറിയാൻ വേണ്ടി പറ്റും അവൻ ആ സമയത്ത് അവിടെ ഏതെങ്കിലും
ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അത് അറിയുമ്പോഴായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ ഉള്ളിൽ ഒരു സഹതാപം ഉണ്ടാവുക അല്ലെ. അറിയാത്തിടത്തോളം കാലം നമ്മൾ എന്തായിരിക്കും, ജഡ്ജ് ചെയ്യായിരിക്കും അവരെ കുറിച്ചിട്ട്. അപ്പൊ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് പോവാണ്. എപ്പോഴാണ് നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മളിലേക്ക് എത്തിയത് മുതലാണ്. അതുവരെ നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മളിലേക്ക് എത്തുന്നത് വരെ ആരായാലും നമ്മളെ ക്രോഡീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റർ ആണ്. ക്രിയേറ്റർ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്നുമില്ല നമുക്ക്. അവിടെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിയേറ്റർ ആണ്. എന്നാലോ നമ്മൾ നാമായി മാറിയപ്പോ നമുക്ക് ചിന്തിക്കാനുള്ള, നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ നമ്മൾ എന്തായി മാറുകയാണ്, നമ്മൾ അഹങ്കാരത്തിലേക്ക്, അല്ലെ, നമ്മൾ ഈഗോയിലേക്ക് നമ്മൾ വരികയാണ് അല്ലെ. നമ്മൾ ഈഗോയിലേക്ക്, നമ്മൾ അഹങ്കാരത്തിലേക്ക് നമ്മൾ വരികയാണ്. ആ ഈഗോയിലും അഹങ്കാരത്തിലും നിന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്, നമ്മളെ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സന്തോഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രേറ്റ്ഫുൾ ആണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡിനെ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ഉള്ളവരാണെങ്കിൽ, നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ, നാം ആ നന്ദി അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ടേക്കും അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നാം നന്ദിയുള്ള വ്യക്തിയാവാൻ നോക്കുക, നന്ദിയുള്ള ഒരു മനുഷ്യനായി മാറാൻ വേണ്ടി നമ്മൾ നോക്കുക. മറ്റുള്ളവർ നമ്മളോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നവോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരെടുത്ത് ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ ദേഷ്യം പിടിക്കും, ഞാൻ നേരെ സംസാരിച്ചാൽ നിങ്ങൾ നേരെ സംസാരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കിറ്റ് കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ കുട്ടിയുടെ പിന്നെ ഏതെങ്കിലും ചടങ്ങിന് വരുന്ന സമയത്ത് ഗോൾഡാണ് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ കുട്ടിയുടെ പ്രോഗ്രാമിന് വരുമ്പോഴും ഗോൾഡ് കൊണ്ടുവരും. ഇതല്ലേ നമ്മളുടെ ക്യാരക്ടർ? യെസ് ഓർ നോ? നോർമലി യെസ്. യെസ്. അവിടെ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എന്നും മിറർ ചെയ്യാണ്. അവരെന്താണ് ചെയ്തത് അതാണ് നമ്മൾ. അതിനപ്പുറം നമ്മൾ നമ്മളാവാൻ നോക്കുക. അവർ എന്താണോ ചെയ്യണത് അത് അവരുടെ ഐഡന്റിറ്റിയാണ്, നമ്മളുടേത് നമ്മളുടെ ഐഡന്റിറ്റിയാണ്. അവർ ചിലപ്പോ നമ്മുടെ കുട്ടിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ട സമയത്ത് ചിലപ്പോൾ അവർ 1 പവൻ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇന്ന് ചിലപ്പം പോണ സമയത്ത് നമുക്ക് 1 പവൻ പോയിട്ട് 1 ഗ്രാം പോലും വാങ്ങിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കാം. അവർ കൊണ്ടുവന്നു എന്നുള്ള കാരണം കൊണ്ട് നമുക്കത് കൊടുക്കണമെന്നുണ്ടോ? നമ്മളപ്പോ എന്ത് ചെയ്യാണ്, അവരെന്ത് കൊണ്ടുവന്നതല്ലേ എങ്ങനെയെങ്കിലും കൊടുക്കേണ്ടത് വിചാരിച്ച് കടമെങ്കിലും പോയി വാങ്ങി നമ്മൾ കൊടുക്കും. അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായത്തിൽ ചോദിക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്താവുകയാണ്, അവർ നമുക്ക് തന്നത് കൊണ്ട് നമ്മൾ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തന്നതിന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നാമായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചിടും റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടാൽ ഭാര്യ ദേഷ്യപ്പെടും, ഭാര്യ ദേഷ്യപ്പെട്ടാൽ ഹസ്ബൻഡ് ദേഷ്യപ്പെടും. അങ്ങനെ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ആണോ? യെസ് യെസ്. അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടോ? നമുക്കുണ്ടായിരുന്നു നമ്മുടേതായ ഒരു ക്യാരക്ടർ. എപ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റർ നമ്മളെ അങ്ങ് കൊണ്ടുപോണ ഒരു സമയത്ത്, അത് നമ്മുടെ കയ്യിലേക്ക് അതങ്ങ് ഏൽപ്പിച്ച് തന്നപ്പോൾ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒട്ടനവധി ജീവിതത്തിൽ പ്രശ്നങ്ങളും കലഹങ്ങളും വരുന്നുള്ളതും സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതും. അപ്പോൾ നമ്മളുടെ ഐഡന്റിറ്റിയെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു തന്നു, നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നാം ഗ്രേറ്റ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ആ ഒരു ഗ്രേറ്റ്ഫുൾ പ്രാക്ടീസ് ചെയ്ത് വരണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ പഠിച്ചു വന്നത് എന്താണ്, ഇപ്പൊ എൻ്റെ ഈ ഒരു സെഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ചെയ്യാന്നുള്ളത്. സെഷൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എന്തേലും ഒരു നെഗറ്റീവാണ് അപ്പുറത്തുനിന്ന് കിട്ടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായി പോകും,
നമ്മൾ എത്രയും ദിവസം നമ്മൾ എങ്ങനെയാണോ പെരുമാറിയത് അത് തന്നെ നമ്മളിൽ നിന്നുണ്ടാവുള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ ബ്രെയിനിൽ അതവിടെ കോഡ് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. നമ്മുടെ ബ്രെയിനിന്റെ കോഡിംഗ് ആണത്. അപ്പൊ ഈ ഒരു ബ്രെയിനിന്റെ കോഡിംഗ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യണ സമയത്ത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോ പാത്വേയിൽ കൂടിയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണ സമയത്ത് അതങ്ങോട്ട് കൈമാറി 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 പുതിയ ന്യൂറോൺസുകൾ വന്നിട്ട് പഴയതങ്ങോട്ട് ഡെഡായി പുതിയതങ്ങോട്ട് സെറ്റ് ആവും. അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ പുതിയ ഒരു ന്യൂറോ പാത്വേ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 21 ദിവസവും അതങ്ങോട്ട് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ 3 മാസവും വേണ്ടിവരും. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കാണാറില്ലേ, 21 ദിവസത്തെ വർക്ക്ഷോപ്പ്, 21 ദിവസത്തെ മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ. ഈ ഒരു 21 ദിവസം കൊടുക്കുന്നതിന്റെ ഒരു സീക്രട്ട് അതാണ്, നമ്മുടെ ബ്രെയിനിന്റെ ചെറിയ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ അവിടെ മാറാനാണ്. പക്ഷെ 21 ദിവസം കൊണ്ടോ 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ നമ്മൾ അത് മാറ്റിയെടുത്താലും വീണ്ടും നമ്മൾ അതിൽ നിലനിന്നില്ലെങ്കിൽ വീണ്ടും അത് എന്തായി പോവും, അതങ്ങോട്ട് മാറിപ്പോവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. ഏതുവരെ നാം ഏതുവരെയാണ് ഭക്ഷണം കഴിക്കുക? ഏതുവരെ നമ്മൾ ഭക്ഷണം കഴിക്കും? നമുക്ക് നമ്മൾ ആവശ്യമുള്ള അത്രയും. അങ്ങനല്ല, ഈ ഏതുവരെ ഭക്ഷണം കഴിക്കും, ഇന്ന് ഏതുവരെ ഭക്ഷണം കഴിക്കും എന്നുള്ളതല്ല, നമ്മൾ മരണം വരെ നമ്മൾ ഭക്ഷണം കഴിക്കൂല അല്ലെ. ഓക്കെ ഓക്കെ. നമ്മൾ മരണം വരെ നമ്മൾ ഭക്ഷണം കഴിക്കും. അതുപോലെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്ന് പറയുന്നുള്ളത് നമ്മളുടെ മരണം വരെയാണ്. അപ്പൊ അതുകൊണ്ട് അത് 1 ദിവസമോ 2 ദിവസമോ 10 ദിവസമോ എഴുതി തീർക്കാനുള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ നാം കൊണ്ടു നടക്കേണ്ട ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. എഴുതാൻ റെഡിയാണോ നിങ്ങൾ എല്ലാവരും? എഴുതണവരാണോ? എഴുതാറില്ല, പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇവിടെ നോക്കാം എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, അത് എവിടെയാണെങ്കിലും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരാൾ വന്നിട്ട് ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുകയാണ്, ഞാൻ വരാൻ നോക്കാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ അത് പോവാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഏതൊരു സംഭവവും നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള ആൻസർ നമ്മൾ പറയാതിരിക്കാൻ നോക്കാം. ആ ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനെ സ്വീകരിക്കുക, അതിനെ തള്ളാനായിരിക്കും. നമ്മുടെ ബ്രെയിൻ അതിനെ തള്ളാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു പ്രോഗ്രാമിന്. ഞാൻ നിങ്ങളെ ക്ഷണിച്ച സമയത്ത് നോക്കാം, പറ്റുവാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയുകയാണെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു തലവേദന. അപ്പം ഞാനിപ്പോ അവരുടെ അടുത്ത് വാക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ കിടന്നുറങ്ങും. അതേസമയം ഞാൻ വരും, ഇൻഷാ അള്ളാ നമുക്ക് പറ്റിയാൽ നാം വരും എന്നവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയതെങ്കിലോ, ഞാൻ അവരുടെ അടുത്ത് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, എന്തായാലും എനിക്കത് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അതങ്ങോട്ട് പോവാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ മാറ്റം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സംഭവത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കാം എന്ന് പറയുന്നതിനപ്പുറം ഞാൻ അത് ചെയ്യും എന്നായിരിക്കണം അവിടെ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അതിവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ വിഷയത്തിലല്ല കേട്ടോ പറഞ്ഞത്, ഏത് സംഭവത്തിലാണെങ്കിലും നമ്മൾ അതങ്ങനെ പറയാന്നുള്ളതാണ് അവിടെ. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പറയാം, നേരത്തെ തന്നെ പറയാം, എനിക്ക് വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്, ഞാൻ പറ്റുവാണെങ്കിൽ അന്ന് വരും, അതല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം അവിടെ വന്നിരിക്കും. ആ രീതിയിലായിരിക്കണം നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് ആർക്കും ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കാൻ നോക്കുക, വെറുതെ ഒരു വാക്കും നമ്മൾ കൊടുക്കാതിരിക്കാൻ നോക്കുക. നാം നമ്മളോട് തന്നെ എല്ലാ വിഷയത്തിലും സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം നമ്മളോട് നമ്മൾ സത്യമാണ് പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വിഷയത്തിലും നാം നമ്മളോട് നീതി പുലർത്തുക, നാം നമ്മളോട് സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എല്ലാ വിഷയത്തിലും നമ്മൾ അത്രയും ഓക്കെയാണ് അല്ലെ. ഒരു കുഞ്ഞ്
ചെയ്യുന്ന ഒബ്സർവേഷൻ, ഒരു കുഞ്ഞ് ചെയ്യണ ഓരോ വിഷയങ്ങളും അത്രമാത്രം എന്തായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾക്കും സിറ്റുവേഷനിലേക്കും അനുസരിച്ചുകൊണ്ട് നമ്മൾ പല പല ഡ്രസ്സുകൾ നമ്മൾ എടുത്തണിയുകയാണ്, അല്ലെ? പല മുഖംമൂടികൾ നമ്മൾ എടുത്തണിയുകയാണ്. അങ്ങനെ നാം നമ്മളുടെ ഐഡന്റിറ്റി അങ്ങോട്ട് മാറ്റി വെക്കപ്പെടുകയാണ്. നാം നമ്മുടെ ഐഡന്റിറ്റിയെ മാറ്റി വെക്കാതെ നാമായിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ ഈ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഇവിടെ വന്ന നമുക്ക് അവിടെ ഈ വരുന്ന സമയത്ത് തന്നെ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ക്രിയേറ്റർ എന്താണോ നമുക്ക് ആ സമയത്ത് കുടിക്കാൻ വേണ്ടി പറ്റുന്നത്, ആ പാകത്തിനുള്ള വിരുന്നൊരുക്കിക്കൊണ്ട് നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യാണെന്നറിയോ? നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ അതുപോലെ അങ്ങോട്ട് കിടന്നാൽ നമ്മൾ എന്താവും? നമ്മൾ അവിടെ തന്നെ അങ്ങോട്ട് ഇങ്ങനെ തഴമ്പിച്ച പോലെ ആവും, അല്ലെ? അതുകൊണ്ട് എത്ര കുഞ്ഞാണെങ്കിൽ പോലും ഒന്ന് കൈകാലിട്ട് അനക്കി, ഒന്ന് അനക്കത്തിലേക്ക് നമ്മുടെ ബോഡിയെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടാണ്. അതിനി കുഞ്ഞായാൽ പോകട്ടെ, ഉറങ്ങുന്ന നമ്മൾ, ഇത്രയും മുതിർന്ന വലുതായ നാം ഒരു സൈഡ് നോക്കി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന അതേപോലെ അതേ സ്കെയിലിൽ ഉണ്ടാവാറുണ്ടോ, മാറാറുണ്ടോ? മാറാറുണ്ട്. മാറാറുണ്ട്. അവിടെ ആരാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്? ഈ ഉള്ള അതേ സ്കെയിലിൽ അങ്ങോട്ട് കിടന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മളുടെ ആന്തരിക അവയവങ്ങളിലെ ഓർഗൻസിന് ഡാമേജ് സംഭവിക്കും. നാം ഒരു സൈഡിലേക്ക് തന്നെ അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ കിഡ്നിക്ക്, ലിവറിന്, ആമാശയത്തിന്, ഓരോ അവയവങ്ങൾക്കും അവിടെ ഡാമേജ് സംഭവിക്കും. അതങ്ങോട്ട് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റർ നമ്മളെ കുറച്ച് സമയം അങ്ങോട്ടും കുറച്ച് സമയം ഇങ്ങോട്ടും നമ്മളെ ദോശ മറച്ചും തിരിച്ചു വിടുന്നത് പോലെ തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ പാകപ്പെടുത്തുകയാണ്. നമുക്കറിയാലോ, നമ്മളൊരു ദോശ ഉണ്ടാക്കിയെടുത്താൽ അതിന്റെ രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മറിച്ചും തിരിച്ചിട്ട് മുരിച്ചെടുക്കും, അല്ലെ? അപ്പൊ ആ ഒരു ദോശയെ പൊരിച്ചെടുക്കുന്നത് പോലെ അതല്ലെങ്കിൽ ഒരു ഫിഷ് എണ്ണയിലിട്ട് നമ്മൾ മറിച്ചും തിരിച്ചിട്ട് വറുത്ത് എടുക്കുന്നത് പോലെ നമ്മളുടെ ആന്തരിക അവയവങ്ങളെ, നമ്മുടെ ആന്തരിക ഓർഗൻസിനെ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ഉറങ്ങണ സമയത്ത് പോലും നമ്മളെ അത്രമാത്രം സൂക്ഷ്മതയോടെ കൂടി നിരീക്ഷിച്ചുകൊണ്ട് നമ്മളെ മറിച്ചും തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയൂ, നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ നോക്കുന്ന ആ ഒരു രീതി നാം ഇത്രയും ദിവസം ചിന്തിച്ചതിലും എത്രമാത്രം അപ്പുറത്തായിരിക്കുമല്ലേ ഉള്ളത്? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ അവയവത്തിന് ഒരു കേടുപാടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ കൈകടത്തുന്നുണ്ട് നമ്മുടെ ക്രിയേറ്റർ വന്നിട്ട്. എന്നാൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത്? നാം കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കാം. നമുക്ക് അറിയാഞ്ഞിട്ട് പോലും, അല്ലെ, നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ദോഷം ചെയ്യും എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള അധിക പേർക്കും വണ്ടി ഉണ്ടാവാം വീട്ടിലല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവാം, ഡീസൽ ഉണ്ടാവാം, അല്ലെ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മറ്റേ ചാർജ് ചെയ്യുന്നതുണ്ടാവും, അല്ലെ? ഇലക്ട്രിക്കിൻ്റെതും ഉണ്ടാവും, അല്ലെ? ഇങ്ങനെ പിന്നെ ഗ്യാസിൻ്റെതും ഉണ്ടാവാം. അങ്ങനെ 4 ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം വണ്ടി ഓടിക്കാറുണ്ട്, അല്ലെ? ഈ 4 ഇന്ധനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ മറ്റ് 2 അവിടെ വെക്കാം. നമുക്ക് ചാർജറും അവിടെ വെക്കാം, ഗ്യാസിൻ്റെതും നമുക്ക് മാറ്റി വെക്കാം. പെട്രോളിലേക്കും ഡീസലിലേക്കും വരാം. ഈ പെട്രോളിലേക്കും ഡീസലിലേക്കും വരുമ്പോൾ ഇത് രണ്ടും നമ്മൾ പോകുന്നത് ഒരേ ടാങ്കിലേക്കാണ്, അല്ലെ? ഒരേ പമ്പിലേക്ക് പോയിട്ട് ആ പമ്പിൽ നിന്ന് പെട്രോൾ എന്നുള്ള ആ ഒരു കുറ്റിയിൽ നിന്നോ ഡീസൽ എന്നുള്ള കുറ്റിയിൽ നിന്നോ നമ്മുടെ വണ്ടിയിലേക്ക് ഏതാണോ വേണ്ടത് അതാണ് നാം നമ്മുടെ വണ്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെ? ഇനി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ എല്ലാ ദിവസവും ഉള്ള വണ്ടി പെട്രോളിൻ്റെതാണ്. ഞാൻ അറിയാതെ ഇവിടെ നിന്നും വാസിമാന്റെ ഡീസലിന്റെ വണ്ടി എടുത്ത് പോയി. ബാസിമാന്റെ ഡീസലിന്റെ വണ്ടി എടുത്ത് പോയിട്ട് ഞാൻ എന്നും പെട്രോൾ അടിച്ച ശീലത്തിൽ എന്തുപോയി അറിയാതെ അങ്ങോട്ട് ഞാൻ പെട്രോൾ അടിച്ചു പോയി. ഈ വിഷയം ഞാൻ ബാസിമയോട് പറയുകയും ചെയ്തു. ബാസിമയുടെ നെഞ്ചിപ്പം കത്തൂലേ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഇന്നർ ഓർഗൻസിന് ഏതൊക്കെയാണോ താങ്ങാൻ പറ്റണത്, എന്തൊക്കെയാണോ കൊടുക്കേണ്ടത്, ഏതൊക്കെ അളവിലാണോ കൊടുക്കേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിലാണോ കൊടുക്കേണ്ടത് എന്ന് നിർമ്മിക്കപ്പെട്ട നിർമ്മാതാവിനതറിയാം. എന്നിട്ടും അതിനെ ഓടിക്കാൻ തന്ന നമ്മൾ അതിലേക്ക് റൂട്ട് തെറ്റിയിട്ട് പലതും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്ററുടെയും ആ ഒരു വിഷമം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ കുറിച്ച് ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവാം. ബാസിമ ആ കാറിലേക്ക് ഞാനൊന്ന് പെട്രോൾ മാറി ഒഴിച്ച സമയത്ത് ബാസിമയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പോ ആ എഞ്ചിൻ ഇപ്പൊ എങ്ങനെ പോവും, എഞ്ചിനൊക്കെ ഇപ്പൊ എന്തൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വർഷം നമ്മൾ ജീവിക്കുമെന്നും അറിയില്ല. ശരാശരി ഒരു 60 63 വയസ്സ് വരെ എങ്ങനെ നമ്മൾ ജീവിച്ചേക്കാം അല്ലെ? അതിലും കൂടുതലും ജീവിച്ചേക്കാം, ചിലപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോയേക്കാം. ഈ ശരാശരി ഇത്രയും വർഷം ജീവിക്കാനുള്ള ഈ ഒരു മിഷനിലേക്ക്, ഇതിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന മിഷനറിയെ കാത്തു സൂക്ഷിക്കേണ്ട, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതല്ലേ? ആ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോ നാം അതിനെ മിസ്യൂസ് ചെയ്യല്ലേ ചെയ്യണുള്ളത്. അപ്പൊ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ എന്താവുകയാണ്, നമ്മൾ സങ്കടപ്പെടുകയാണ്, നമ്മൾ വിഷമിക്കുകയാണ് അല്ലെ? നാം സങ്കടപ്പെട്ടുകൊണ്ട് നാം വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നമ്മളുടെ കയ്യിലേക്ക് ഉത്തരവാദിത്തം തരുന്നതിനേക്കാളും മുമ്പ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായ ഒരു കാലഘട്ടം, ഇനി അതിലപ്പുറത്തേക്ക് ഒരു 2 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാനോ നമ്മളെ ആകർഷിക്കാനോ അറിയാത്ത സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നൽകിക്കൊണ്ടിരുന്നുള്ളത്, ആ സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ ഏത് രീതിയിലാണോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് പെട്ടെന്ന് നിർത്താം, സമയമായല്ലോ. പിന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ വാഹനം, ഈ 5 സാധനം വേണം നമ്മുടെ ജീവൻ നിലനിർത്താൻ. ഇനി ഒരു സാധനം കൂടി വേണം. എന്താണത്? ഞാൻ 5 എണ്ണം പറഞ്ഞു, ഇനി ഒന്നും കൂടി വേണം നമുക്ക്. അതെന്താണ്? ബെഡ് പറഞ്ഞാണല്ലോ തോണി, അത് പറഞ്ഞു, വീട് പറഞ്ഞിരുന്നത്. ഇനി ഒന്നും കൂടി വേണം. എന്താണ്? പറഞ്ഞോളൂ. ഇല്ല നിങ്ങളെവിടെ? പ്ലീസ് എന്തേലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ലാപ്ടോപ്പ് ഒന്നും ആയിട്ടില്ല. എന്റെ മോൾക്ക് കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ ആരും ഒന്നും സംസാരിക്കാത്തോണ്ട് ലാപ്ടോപ്പ് എങ്ങനെ സ്റ്റക്ക് ആയോന്ന്. പ്രതിമാനമുണ്ടല്ലോ. പ്ലീസ് റെസ്പോണ്ട്. നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ 5 അല്ലാതെ 6ാമതൊരു ഐറ്റംസ് എന്താണ് നമുക്ക് വേണ്ടത്? ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, വാഹനം. 5 ഐറ്റംസ് ഞാൻ പറഞ്ഞു. ഇനി ഒന്ന് വേണം. അതെന്താണെന്നാ ചോദിച്ചത്. ഹെൽത്ത് ആണോ? വായു. യെസ്, കറക്റ്റ്, വായു. വെരി ഗുഡ്. നമുക്ക് വായുവാണ് ഏറ്റവും മസ്റ്റ് ആയിരിക്കണത് അല്ലെ? ഭക്ഷണം ഇല്ലാതെ നമ്മൾ മാസങ്ങളോളം പോവും, വെള്ളം ഇല്ലാതെ ദിവസങ്ങളോളം പോവും, വീടില്ലെങ്കിൽ നമ്മൾ റോഡിലെങ്കിലും കിടന്നുറങ്ങും, വാഹനം ഇല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് പോകും അല്ലെ? വസ്ത്രം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയിക്കും, എങ്ങനെയെങ്കിലും നമ്മൾ പഴയ കാലത്തെ പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും അല്ലെ? പക്ഷേ വായുവില്ലാതെ നമുക്ക് എത്ര സമയം ജീവിക്കാൻ വേണ്ടി പറ്റും? വായുവില്ലാതെ നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെ? ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റിയേക്കാം. പക്ഷേ നമുക്ക് വായുവില്ലാതെ കഷ്ടിച്ച് നമ്മൾ 5 മിനിറ്റ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റിയേക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ 5 ഐറ്റംസിനും 5 സാധനങ്ങൾക്കും നമ്മളാണ് പണിയെടുക്കുന്നുള്ളത്, അതിന് എണീച്ചുണ്ടാക്കുന്നത്, നമ്മളതിനെ വാങ്ങിക്കുന്നുള്ളത് അല്ലെ? നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുള്ളത്. എന്നാൽ വായുവിന് വേണ്ടിയിട്ട് നമ്മൾ ആരും വർക്ക് ചെയ്തിട്ടില്ലല്ലേ? വായു നമുക്ക് നമ്മുടെ ക്രിയേറ്റർ നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും ഇപ്പോഴും നമുക്കത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ഒരു സമയത്തും നമ്മളിലേക്ക് നമ്മുടെ ക്രിയേറ്റർ വായു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓക്സിജൻ നമ്മുടെ അകത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ പുറത്തേക്കും
പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങാനും നിലച്ചു പോയാൽ ഞാനെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവിടെ ഇല്ല. അതോട് കൂടിയിട്ട് മൈൻഡ് കോച്ച് എന്നുള്ള എൻ്റെ പേര് തന്നെ പോയി അല്ലേ. പിന്നീട് ഞാൻ ഒരു ഡെഡ് ബോഡി ആയി മാറിയല്ലേ. എൻ്റെ ആ ഒരു ഓക്സിജൻ അങ്ങോട്ട് നിലച്ചാൽ എൻ്റെ പേര് പോലുമില്ല. അപ്പൊ ഞാൻ എന്ന ഐഡന്റിറ്റി ആകെ എത്ര മാത്രമേ ഉള്ളൂ? ഒരു ശ്വാസത്തിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്വാസത്തിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നാം കണക്കാക്കുന്നത് ശ്വാസത്തിന് എത്രമാത്രം കുഞ്ഞു വാല്യൂ ആണോ എന്നാണോ? അല്ല. ആ ഒരു ശ്വാസം നിലച്ചാൽ ഞാനോ നിങ്ങളോ ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ പേരില്ല. നമ്മൾക്ക് ആ ശ്വാസം ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ഈ പേരുള്ളൂ അല്ലെ. ഇവിടെ ഓരോരുത്തരുടെയും പേരുള്ളത് ആ ശ്വാസം നമ്മളിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ്. ആ ശ്വാസം നമ്മളിൽ നിന്ന് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അന്ന് മുതൽ ഞാനും നിങ്ങളും ഡെഡ് ബോഡി ആയി മാറിയല്ലേ. അപ്പൊ അന്ന് എത്ര മണിക്കാണ് ബോഡി എടുക്കുക? എത്ര മണിക്കാണ് കോച്ച് ആ മൈൻഡ് കോച്ച് ആമിനെ എടുക്കുക എന്ന് ആരെങ്കിലും ചോദിക്കോ? എത്ര മണിക്കാണ് എൻ്റെ ഉമ്മയെ എടുക്കാന്ന് മക്കൾ ചോദിക്കോ? എത്ര മണിക്കാണ് എൻ്റെ ഭാര്യ എടുക്കാന്ന് ഹസ്ബൻഡ് ചോദിക്കോ? ഇല്ല. എത്ര മണിക്കാണ് ബോഡി എടുക്കുക? അതോടുകൂടി നമ്മൾ ബോഡിയായി മാറി. ഇത്രയേ ഉള്ളൂ നമുക്ക് വാല്യൂ. അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് 1 മണിക്കൂർ ഐസൊലേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് ആ സമയത്ത് നമുക്ക് വന്ന ബില്ല് എന്നുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നാം ജനിച്ചിട്ട് ഇന്ന് ഈ ഒരു നിമിഷത്തേക്ക് ഈ ഒരു സെക്കൻഡിലേക്ക് എത്ര മണിക്കൂറായി നമ്മൾ ജീവിക്കുന്നുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് 1 മണിക്കൂറത്തെ ആ ഒരു ഓക്സിജന്റെ വാല്യൂ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ബില്ലെടുത്ത് നമ്മൾ ഒന്ന് ഇൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ, അതല്ലെങ്കിൽ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ മുതൽ നാം ഓക്സിജൻ എടുക്കുന്നുണ്ടല്ലേ. അന്ന് മുതലെടുത്ത ഓക്സിജന്റെ ബില്ലിന് എങ്ങാനും നമ്മുടെ ക്രിയേറ്റർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാനുള്ളത് എത്രമാത്രം കൊടുത്താലും തികയുമോ? ആ ഒരു ഗ്രേറ്റ്ഫുൾ നമ്മൾ കൊടുത്താൽ തികയുമോ? ഇനി ഉള്ളതിലേക്ക് പോവട്ടെ, കഴിയുന്നതിലേക്കുള്ളത് തന്നെ നമ്മൾ കൊടുത്താൽ പലിശയും പലിശയുടെ പലിശയും കൂട്ടപലിശയും കൊടുത്താൽ പോലും തികയില്ല അല്ലെ. അത്രമാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ആ കിട്ടിയതിനൊന്നും നമ്മൾ ഇതുവരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടില്ല. പിന്നീടല്ലേ എനിക്ക് കിട്ടാനുള്ളതിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സങ്കടങ്ങളെയോ പ്രയാസങ്ങളെയോ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളിലും നാം നമ്മളെ ഒന്ന് നോക്കിയിരിക്കുക. ഇനി നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി പറഞ്ഞ എല്ലാ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും നമ്മൾ ഉണർന്നിരിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. വെള്ളം കുടിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. വണ്ടി ഓടിക്കണമെങ്കിൽ ഓട്ടുന്ന ഡ്രൈവർ അവിടെ ഉണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന നമ്മുടെ വിഷയമല്ല കേട്ടോ പറഞ്ഞത്. വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. വസ്ത്രം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം അല്ലെ. ഇങ്ങനെ ഈ ഒരു 5 വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. എന്നാൽ നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം എടുക്കണമെങ്കിൽ നമ്മൾ ഉണരണോ? വേണ്ട. ഉറക്കിലും അത് അതിന്റെ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്ങാനും നമ്മുടെ അടുത്ത് ക്രിയേറ്റർ പറയുകയാണെന്ന് വിചാരിച്ചു നോക്കുക. നിങ്ങൾ എങ്ങാനും ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസം നിലച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ കാവലിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഉറങ്ങുമ്പോൾ ഭാര്യ ഇരിക്കേണ്ടി വരും, ഭാര്യ ഉറങ്ങുമ്പോൾ ഹസ്ബൻഡ് ഇരിക്കേണ്ടി വരും. എന്നെപ്പോലെ 5 മക്കളൊക്കെ ഉള്ളവർ എപ്പോഴാണ് കിടന്നുറങ്ങുക എന്നുള്ളത് പിന്നെ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും നമ്മുടെ ക്രിയേറ്റർ എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളത് അവിടെയെല്ലാം നമ്മുടെ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രയാസപ്പെടുത്താതെ, നമ്മുടെ ബുദ്ധിമുട്ടാക്കാതെ, നമ്മുടെ അത്രയും സ്നേഹത്തോടെ അത്രയും കരുതലോടെ കൂടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗ്രേറ്റ്ഫുൾ ആവുക. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും മനോഹരമായ ഒരു പുസ്തകം എടുക്കുക. നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പുസ്തകം എടുക്കുക. അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങളുടെ പേര് മനോഹരമാക്കിയിട്ട് എഴുതുക. എന്നിട്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ജനിച്ചത് മുതൽ നിങ്ങൾക്ക് ഓർമ്മ വെച്ച ഓരോ പോയിന്റ്സുകളും നിങ്ങൾ ദിവസവും ഒരു 11 ചുരുങ്ങിയത് എടുത്തെഴുതാൻ നോക്കുക. എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നോർത്തുകൊണ്ട് നാം മുസ്ലിംസ് ആണെങ്കിൽ അൽഹംദുലില്ലാ പറയാം, അതല്ലെങ്കിൽ താങ്ക് യു മൈ ഗോഡ് പറയാം. എന്താണോ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ആ രീതിയിൽ ഒന്ന് നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്നങ്ങോട്ട് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു നോക്കും. അതാണ് യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. സങ്കടങ്ങൾ നമുക്കൊന്നുമല്ലാതായി മാറുകയും ചെയ്യും. നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും സമയം പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. എന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യൂ, എന്നാലേ എനിക്ക് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ലേറ്റ് ആയിട്ട് കയറിയ കാരണം എനിക്കൊന്നും ചോദിക്കാനില്ല. ഓക്കെ ഓക്കെ, കേട്ടത് മുതൽ മനസ്സിലായോ? അവസാന ഭാഗമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് 5-6 കൂട്ടം പറഞ്ഞത് കേട്ടു. ഓക്കെ ഓക്കെ, റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡ് വരുമ്പോൾ ബാക്കി ഫസ്റ്റ് ഭാഗം കേൾക്കാൻ നോക്കണേ. ആ, ആ. ഓക്കെ, ഞാനും ഇവിടെ ഉണ്ട്. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, എടുത്തത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി പക്ഷേ ഡൗട്ടൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇപ്പോഴാണല്ലോ ആൾക്കാർ ജോയിൻ ആവുന്നത്. നമ്മുടെ സമയത്തിന്റെ പ്രശ്നം വന്നാണോ? സമയം ഞാൻ പറഞ്ഞല്ലോ, എന്റെ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു സമയമുണ്ട്, പറഞ്ഞതിനേക്കാളും 1 മണിക്കൂർ അപ്പുറത്ത് എന്നുള്ളത്. അത് ഇനി മുതലെങ്കിലും നിങ്ങളൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ല, എന്റെ ചിലപ്പോ ജോലി കഴിഞ്ഞ് വരുന്നവര്. അല്ല, അത് അതായിരിക്കും വർക്കിംഗ് ഡേ അല്ലേ, അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും ആൾക്കാർക്ക്. ആവണം. തീർച്ചയായിട്ടും. അത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയിക്കുക, ഈ ഒരു അല്ലെങ്കിൽ പിന്നെ സമയം വേണ്ട. വീക്കെൻഡ് ആക്കേണ്ടി വരും നമുക്ക്. എന്ത് വീക്കെൻഡിൽ ഓക്കെ. ഓക്കെ, വീക്കെൻഡ് വീക്കെൻഡ് ആക്കേണ്ടി വരും നമുക്കല്ലെങ്കിൽ. ഓക്കെ, ഇത് നമുക്ക് മഞ്ജു ചേച്ചി നമുക്ക് ദിവസം തുടങ്ങി മാറ്റാം. വെച്ച് മഞ്ജു ചേച്ചി മുങ്ങിയതാണ്. എന്തോന്ന് തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ കാണുന്നില്ല. എനിക്ക് പ്രയർ കഴിയാതെ ഇറങ്ങാൻ പറ്റാണ്ടായിട്ട് അതാ. എല്ലാവരും അതാണ് ഇഷാ പ്രയറും മറ്റേതും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ സമയം എടുക്കും. അതാ. അതാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി, വീക്കെൻഡിലേക്ക് മാറ്റാം. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടതിൽ ഇപ്പൊ ആരാണ് കുറച്ചും കൂടി ഫെസ്റ്റിവൽ കേട്ടത്? 2 ആളായിരുന്നു അല്ലെ? ഫസ്റ്റ് മുതൽ കേട്ടവരൊന്ന് ഫീഡ്ബാക്ക് പറയുമോ? അപ്പൊ അതിന്റെ കുറച്ച് ദിവസം അനിത ഉണ്ടായിരുന്നു ഫസ്റ്റില്. അതുപോലെ വേറെ ആരാണ്, അവര് പോയിന്ന് തോന്നുന്നുണ്ട്. ഫിയാദ് എക്സിറ്റ് ആയി. അവര് ഫസ്റ്റ് അന്നൊക്കെ എനിക്ക് വന്ന ഷെയറിംഗ് റൂമിലായതുകൊണ്ട് സംസാരം ഇച്ചിരി പ്രശ്നമാവും. അതെ അതെ. ഓക്കെ, ബാസിമ എന്നാലും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ബാസിമാന്റെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്ന് മനസ്സിലായി. ക്രിയേറ്ററിനോട് എന്ത് നമ്മുടെ ഇതുവരെ നമ്മൾ ഇപ്പൊ നെഗ്ലക്ട് ചെയ്ത എല്ലാ സംഭവങ്ങളും സിമ്പിൾ ആണ്, ഇത് ഒന്നും അല്ല എന്നുള്ള അതൊക്കെ എന്തെങ്കിലും ആണ് എന്നുള്ളൊരു അതിന് നമ്മൾ ക്രിയേറ്ററിന് ഗ്രേറ്റ്ഫുൾ ആകണം എന്ന് മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ക്രിയേറ്റർക്ക് ഉള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി അതുപോലെ നമുക്ക് ഓരോ വ്യക്തികളോടും നമ്മൾ എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്കിലും ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ തന്നെ എടുക്കാം. അത് നമുക്ക് അത്രയും പറഞ്ഞല്ലോ, നമുക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാൻ 100 ദിവസം എടുത്തിട്ടും തീരാത്തൊരു ക്ലാസ് ആയിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെത് എന്നുള്ളത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? എല്ലാവരും ഉണ്ടാവൂലേ മെഡിറ്റേഷനിലേക്ക് അവിടെ? അതല്ലെങ്കിൽ ഉറങ്ങാൻ പോവാണോ? ഓക്കെ അല്ലേ? വേണ്ടേ മെഡിറ്റേഷൻ? വേണ്ടേ? ഒരാൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പറ, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും
ഫോണൊക്കെ ഒന്ന് താഴെ വെച്ച് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, കിടക്കുകയാണെങ്കിൽ കിടക്കുക. എന്തോത്തെ എങ്ങനെയാണോ നിങ്ങളുടെ ബോഡിക്ക് കംഫർട്ട് ആ രീതിയിലായിരിക്കണം മെഡിറ്റേഷനിൽ ഇരിക്കേണ്ടത്. ഒരിക്കലും നട്ടെല്ല് നിവർത്തി അറ്റൻഷൻ ആയിരിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ബോഡി ഏത് രീതിയിലാണോ നിങ്ങളോട് യോജിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ഇരിക്കണം. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ ആ ശ്വാസത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യണ സമയത്ത് നിങ്ങളുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ അടുത്ത് ചെറിയൊരു തണുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രീത്ത് ഔട്ട് ചെയ്യണ സമയത്ത് ചെറിയ ചൂടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അറിഞ്ഞുകൊണ്ട് ശ്വസിക്കാം. ഓരോ ബ്രീത്തിലും നിങ്ങളുടെ ക്രിയേറ്ററിനെ, ആ ഒരു സ്നേഹത്തെ, കരുതലിനെ, തലോടലിനെ നിങ്ങൾക്ക് സ്പർശിക്കാം. ആത്മാർത്ഥമായും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വയറിന്റെ ഭാഗം അല്പം വീർത്ത് വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് വയറിന്റെ ഭാഗം അല്പം താഴ്ന്നു പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ബ്രീത്തിലും നിങ്ങൾ കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ബ്രീത്തിന്റെ കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളിപ്പോൾ കൂടുതൽ എനർജിയിലും കൂടുതൽ സന്തോഷത്തിലും ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ഇന്നർ ഓർഗൻസ്, ഔട്ടർ ഓർഗൻസ് എല്ലാം ഇപ്പോൾ കൂടുതൽ കൂടുതൽ റിലാക്സിലാവുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും റിലാക്സിലാണ്. നിങ്ങൾ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ കൈവിരലുകൾ, കാൽവിരലുകൾ, ഓരോ ഓർഗൻസും ചലിക്കുന്നതിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ചലനവും ഇന്നർ ഓർഗൻസ്, ഔട്ടർ ഓർഗൻസ് എല്ലാം ക്രിയേറ്ററുടെ കഴിവുകളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആത്മാർത്ഥമായും നിങ്ങളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾ സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, ദേഷ്യത്തിലാണോ, ഏത് ഇമോഷൻസിലാണെങ്കിലും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളെ ഈ ഭൂമിയിൽ ഈ നിമിഷവും നിലനിർത്തിയിരിക്കുന്നതിന് ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളെ
നോക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിഗണന, സ്നേഹം, അതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു. ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. എന്നെ ഇത്രയും മനോഹരമായ ഒരു ശരീരത്തിന്റെ ഉടമയാക്കി പഠിച്ചതിന്, സൃഷ്ടിച്ചതിന് ഞാൻ ആത്മാർത്ഥമായും എൻ്റെ ക്രിയേറ്റർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് എൻ്റെ ദാഹം, എൻ്റെ വിശപ്പ്, എൻ്റെ ഉറക്ക്, എൻ്റെ വിശ്രമം, ഓരോന്നിനും വേണ്ട സൗകര്യങ്ങൾ എനിക്ക് യഥാക്രമം നൽകിക്കൊണ്ടിരിക്കുന്ന, യഥാക്രമം എനിക്കതിന് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന എൻ്റെ ക്രിയേറ്ററിന് ആത്മാർത്ഥമായി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. നാം മറന്നിരിക്കുമ്പോൾ പോലും നമ്മളെ മറക്കാതെ നമ്മളെ കാത്തു സൂക്ഷിച്ച നമ്മുടെ ക്രിയേറ്റർക്ക് ഒന്നുകൂടെ ആത്മാർത്ഥമായി ഗ്രേറ്റ്ഫുൾ അർപ്പിച്ചുകൊണ്ട് ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 3 മുതൽ 1 വരെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ചു വരാം. 3, ഞാൻ എൻ്റെ ക്രിയേറ്ററിനെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. 2, എൻ്റെ ക്രിയേറ്റർ എനിക്ക് തന്ന നന്മകളെ ഞാൻ മനസ്സിലാക്കുന്നു. 1, അതിനെയെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് ചൂടാക്കി കണ്ണുകൾക്ക് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. അപ്പൊ ഓക്കെ, എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വന്നില്ലേ? ചെയ്യാൻ പറ്റിയോ? ഫീലായോ? ഓക്കെ, അപ്പം വെരി ഗുഡ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ദിവസം അറിയിക്കുക. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനത്തിൽ വന്നവർ റെക്കോർഡ് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് അയച്ച് വന്ന് കേൾക്കാൻ നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ നോക്കുക. ഓക്കെ, ആമിന, വീക്കെൻഡ് എന്ന് പറയുമ്പോ ഏത് ദിവസം പറ്റുക? സാറ്റർഡേ ആണോ സൺഡേ ആണോ? അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അവിടെ എത്തിയാൽ മാത്രമേ എനിക്ക് സാറ്റർഡേയും സൺഡേയും പറ്റാതെ ഉണ്ടാവുള്ളൂ. എത്ര നാളുണ്ടാവും അവിടെ? ഞാൻ ഒക്ടോബർ 10 തിരിച്ചങ്ങോട്ട്. ഓക്കെ. അവിടെ ആവുമ്പോൾ എന്തായാലും സാറ്റർഡേയും സൺഡേയും എന്തായാലും പുറത്തായിരിക്കുമല്ലോ, നമുക്കറിയാലോ. അപ്പൊ അവിടെ നിന്ന് അത് പറ്റില്ല. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. നമുക്കിനി വേറെ ഏതെങ്കിലും സമയത്ത് ഇവിടെ ഉണ്ടാകുമ്പോൾ വീക്കെൻഡിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് അറിയിച്ചാൽ മതി. പിന്നെ എനിക്ക് വേറെ സെഷൻസ് വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇവിടുത്തെ 10 മണിക്ക് ശേഷം ഇവിടെ എന്തായാലും സെഷൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 10:30 തന്നെ എടുത്തിട്ടുണ്ടായത്. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടെ ഗ്രൂപ്പില്. മാക്സിമം സമയത്ത് ജോയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ സമയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാരും സമയം. ചാറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫീഡ്ബാക്ക്. ചാറ്റിൽ ജസ്റ്റ് കാണുന്നുണ്ട് ഞാന്. ചാറ്റിലല്ല, നമ്മുടെ ഗ്രൂപ്പിൽ പറയുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് വരാത്തവർക്കും കൂടി അതൊന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നമ്മള് ഇന്ന് ജോയിൻ ചെയ്തേക്കുന്നവര് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ. ഇതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് മെസ്സേജ് ടെക്സ്റ്റ് ആയിട്ട് എഴുതിയിട്ടേച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇതെല്ലാം ഇരുന്ന സമയം വേസ്റ്റ് ആണോ? നമ്മള് വെറുതെ കളയാനുള്ളതല്ലല്ലോ നമ്മുടെ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നിട്ട് സമയം വേസ്റ്റ് ആയി എന്നുള്ളതാണെങ്കിൽ ഈ പണി അങ്ങോട്ട് നമുക്ക് നിർത്തി പോവാം. അതല്ല, ഇരുന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടരാം.
അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ. അങ്ങനെ സമയം നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ, ഇങ്ങനെ പണി നിർത്തി പോകും അങ്ങനെയൊന്നും പറയല്ലേ. നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തരുതല്ലോ. അങ്ങനെ അതിന് ഇങ്ങനെ റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടോ നിർത്തി പോകും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, പോസിറ്റീവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ്. കാരണം എനിക്ക് പോസിറ്റീവ് എന്ന് എനിക്ക് ഒരുപാട് പോസിറ്റീവ് മൈൻഡ് എന്ന് ഒരുപാട് പോസിറ്റിവിറ്റി. ഇപ്പൊ എനിക്ക് പോസിറ്റീവ് എന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളത് അല്ലേ. അപ്പൊ എനിക്ക് പോസിറ്റീവ് എന്ന് തോന്നിയതും എനിക്ക് പോസിറ്റീവായി ഫീൽ ആയതുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. പക്ഷെ അത് ചിലപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഫീൽ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. ഓക്കെ, എന്തായാലും നിതിൻ സർ വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞ ആ ഒരു നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടിയത് എന്താണോ അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെ പറയണം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ പറയണം. അത്ര തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ അതും ഓക്കെ. എൻ്റെ ഭാഷ മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാലും അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇരിക്കാൻ പാകത്ത്, എല്ലാവരും പറ്റിയില്ലെങ്കിലും ഒരു 2-3 ഇതിലിപ്പോ പേരെങ്കിലും പങ്കെടുത്ത ആൾക്കാർക്ക് പുള്ളിക്കാരിക്ക് ഒരു റിപ്ലൈ കൊടുത്താൽ നന്നായിരിക്കും. ഇതിലിപ്പം മൈക്ക് മ്യൂട്ടാക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അനിത, ബസിമ, മജി ചേച്ചി, നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ നന്നായിരിക്കും. ബസിമ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ബസിമ. സംസാരിക്കുന്നുണ്ട് നിതിനെ, ഇപ്പൊ നമ്മൾ ചാറ്റിലും മെസ്സേജ് ഇടുന്നുണ്ട്. കാണുന്നുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചാറ്റ് ബോക്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇടുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും അടുത്ത പ്രാവശ്യം അതെ. കയറാൻ വേണ്ടിയിട്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോഴാണ് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ കൊടുത്താലല്ലേ നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മള് ഇത്രയും വലിയൊരു സ്ട്രെങ്ത് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പം ഇപ്പൊ ഞാനിത് നിങ്ങളുടെ മുന്നിൽ ഫ്രീ ആയിട്ടാണ് തരുന്നുള്ളത്. നിങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു സെഷനിക്ക് തന്നെ 10,000 കൊടുത്ത് വാങ്ങേണ്ട സംഭവം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ മനസ്സിലാവാത്തത് കൊണ്ടോ ചിലപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോവാല്ലേ. അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളവർ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം പല 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 ചിന്തകളും പലതരം വിഷമങ്ങളിലൊക്കെ പോകുന്നവരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരാൾ ഇപ്പൊ ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് ആള് ലേറ്റ് ആയത് അതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലോ? നമുക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസ് വേണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതെ അതെ, correct. അത്തോളി ദുബായ്, എന്താ ചേട്ടന്റെ പേര്, ശരിക്കുള്ള പേര്? മുജീബാണ്. നിങ്ങളിപ്പം ജോയിൻ ആയതാണല്ലേ? നമ്മുടെ സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും റെക്കോർഡ് സെൻഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഒന്ന് ലേറ്റ് കേൾക്കണം. ആയ എന്താ? ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്താ ഒരാള് ലിങ്ക് ഗ്രാറ്റുവിറ്റി EFT ആണോ? അല്ലല്ല, ഏകദേശം EFTന്റെ ഉള്ളിലുള്ള സംഭവമാണ്. ശരി. EFT സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയ്ഡ് ആയിട്ട് 6,000 കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ട് എടുത്തോളൂ, തരാം. അല്ല, EFT ഞാൻ പഠിച്ചതാണ്. അപ്പൊ അതില് ഫോർഗിവ്നെസ്സും മറ്റേ എന്താ പറയാ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ഇതിൽ ഡെയിലി വരുന്നുണ്ട്. അങ്ങനെയാണ് ഡെയിലി വേറെ വേറെ ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയാണ്. അതെ അതെ, ഡെയിലി രാത്രി എത്ര മണിക്കാണ് ദുബായ് ടൈം? ഡെയിലി ഇല്ല, വീക്കിലി ഒരു ഇല്ല. ദിവസം. അത് ചിലപ്പോ ഇനി മാറും. നമ്മൾ ശരിക്ക് ടൈം ഫിക്സ് ചെയ്യാം അല്ലേ? നമുക്കൊന്നും കൂടി ആലോചിച്ചിട്ട് നമ്മൾ കറക്റ്റ് കാണുന്നെങ്കിൽ 2 പേരുണ്ട് കേട്ടോ. ഒരു ജസ്നയും കൂടെ ഉണ്ട്, 2 പേരുണ്ട്. നമുക്ക് വീക്കിലി അങ്ങനെ കേറാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇവർക്കും മെനക്കേടല്ലേ, 3-4 പേർക്ക് വേണ്ടി ഇവര് വെയിറ്റ് ചെയ്തിരിക്കുന്നതും അവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കൊരു 10 പേർക്ക് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് അല്ലേ, നമുക്ക് നെക്സ്റ്റ് സെഷൻ വരുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് ആൾക്കാരെണ്ണം കൂട്ടാം. നമുക്കൊന്നും കൂടി ഇതാക്കി എടുക്കട്ടെ. നമ്മുടെ ഭാഗത്ത് അതെ അതെ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ തന്നെ സമയവും അതുപോലെ ഡേറ്റും തന്നെ ഒന്ന് ഫിക്സ് ആക്കണം. അതുപോലെ തന്നെ മെഡിറ്റേഷൻ സൂം മീറ്റിംഗ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാതെ അതിന്റെ വിശദീകരണം നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം അതാണ് കറക്റ്റ് കേട്ടോ. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തിനെ സംബന്ധിച്ചതാണ്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്താന്നുള്ളതൊക്കെ. അപ്പൊ അത് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്തൊന്ന് പോസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. മൈൻഡ് റിലാക്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ് അതിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഓരോ പാരഗ്രാഫ് ആക്കാതെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇത് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, എന്നാലും നെക്സ്റ്റ് സെഷൻ നമുക്ക് കുറച്ചുകൂടി ആൾക്കാരുടെ എണ്ണം കൂടി നല്ല രീതിയിലാക്കാം. ഓക്കെ, താങ്ക് യു.
എന്തായാലും എന്നാലും കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഈ ആഴ്ച ഒന്നും കൂടി പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പുരോഗമനത്തിലേക്ക് എത്തുക. കഴിഞ്ഞ ആഴ്ച എത്തിയാൻ റെസ്പോണ്ട് തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. ഒക്കെ എന്തായാലും എനിക്കിത് കോർഡിനേറ്റ് ചെയ്തിരുന്ന മഞ്ജു ചേച്ചിക്കും ബിഗ് താങ്ക്സ്. താങ്ക് യു. കാരണം നമുക്ക് നമുക്കിത് വേണമെങ്കിൽ താങ്ക് യു പറയണ്ടേ വല്ല ആമിന, നമുക്ക് സാറ്റർഡേ വേണ്ടി സമയം. ഈവനിങ് നടത്തിയാലോ? നല്ല റെസ്പോൺസ് ഉണ്ടാവോ? സാറ്റർഡേ ഈവനിങ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം കുഴപ്പമില്ല. ഞാൻ ഈ നാട്ടിലുള്ള സമയത്ത് സാറ്റർഡേ കുഴപ്പമില്ല. ഗൾഫിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് സാറ്റർഡേ ബുദ്ധിമുട്ടുള്ളൂ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ഒക്ടോബർ 10 ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് വരാം. അപ്പൊ അതുവരെ നമുക്ക് സാറ്റർഡേ കുഴപ്പമില്ല. നമുക്ക് ഒരു നെക്സ്റ്റ് സാറ്റർഡേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഒന്ന് ട്രയൽ നോക്കിയാലോ? ഓക്കെ, ഒന്നോ കുഴപ്പമില്ല. രണ്ടോ പ്രാവശ്യം സാറ്റർഡേ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മനസ്സിലാവും. അപ്പൊ അതെ പിന്നെ അതെ വേണമെങ്കിൽ അതെ. കാരണം അതെ, പിന്നെ ഞായറാഴ്ച നമുക്ക് ഉഴപ്പാകുമ്പോഴേ അതെ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും ആവശ്യക്കാർ വന്നോളൂ എന്നുള്ളതാണ്. യോജിച്ചോളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, അപ്പൊ നമുക്ക് നമുക്ക് ഈ ആഴ്ച വെച്ചത് കണക്ക് കൂട്ടാതെ അടുത്ത ആഴ്ചത്തെ ഒരു സാറ്റർഡേ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് സാറ്റർഡേ ഒന്ന് നേരത്തേക്ക് ട്രൈ ചെയ്യാം. നോക്കുകയാണെങ്കിൽ. മഞ്ജു ചേച്ചി നാളെ തന്നെ നമുക്ക് ശരിക്കും അത് അനൗൺസ് ചെയ്യണം. എന്നാലും ആൾക്കാർ കുറച്ച് മുൻകൂട്ടി അതെ പറഞ്ഞാൽ അതെ ടൈം കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. നമുക്ക് ആളില്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ സെഷൻ ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അതുപോലെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലും ഉൾപ്പെടുത്തട്ടെ. ഈ ഒരു സെഷൻസ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും ഒരു മേഖല എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങൾ ചോദിക്കുക. അത് നമുക്ക് ലൈഫിൽ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവുമല്ലോ. റിലേഷൻഷിപ്പിലാണെങ്കിലോ ചിലപ്പം മക്കളുടെ വിഷയത്തിലാണെങ്കിലോ അതല്ലെങ്കിൽ ജോലിയിലാണെങ്കിലോ എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റെക്നസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാകുമ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയി കിട്ടും. അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഞാനിപ്പം യു എയിലേക്കാണെങ്കിൽ ഒരു 1 അവർ ഇരിക്കുമ്പോൾ 100 dirhams ആണ് വാങ്ങിക്കാറുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലാണ് പോവാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അങ്ങോട്ട് ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് അങ്ങനെ അവിടെ നമ്മളത് ചിലപ്പോൾ കോമൺ ആയിട്ട് ഒരാളൊരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 10 ആളുടെ കൂടി പ്രശ്നമായിരിക്കും. അപ്പൊ അവിടെ അങ്ങനെ തന്നെ അതങ്ങോട്ട് അങ്ങനെ തന്നെ അത് റിലീസായി പോയിക്കോളും കൂടി ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്കതൊരു ബെനിഫിറ്റ് ആവണമല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു ആമിന. പാർട്ടിസിപ്പേഷൻ ചെയ്ത Good night. എല്ലാവർക്കും എന്റെ വകയും ഒരു ബിഗ് താങ്ക്സ് ആണ്. ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് യു. എല്ലാവരും ദൈവം ഗുഡ് അനുഗ്രഹിക്കട്ടെ. നൈറ്റ്, ഓൾ ദി ബെസ്റ്റ് ഓക്കെ ബൈ. താങ്ക് യു. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും. ഓക്കെ. മഞ്ജു ചേച്ചി ശരി എന്നാ. ഓക്കെ.